Hi all, welcome to SRK Triple class. We will discuss EET 308 Comprehensive Course Work in January 2024 exam question paper discuss this is 50 question exam part 1 25 question session discuss question number 1 to 25. So question 1 to 25 സാധാരണ ഇതിൽ വന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, അതേപോലെ മെഷീൻസ്, പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ. ഇതായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറം കനോട്ട് ബി അപ്ലൈഡ് ഇൻ ലീനിയർ സർക്യൂട്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് വേരിയബിൾ വോൾട്ടേജ്, കറണ്ട്, പവർ, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ലീനിയർ സർക്യൂട്ട്സ്. ഇറ്റ്സ് വാലിഡ് ഓൺലി ഫോർ ലീനിയർ സർക്യൂട്ട്സ്. ഇത് പല രീതിയിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. അതേപോലെ സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ടു ഫൈൻഡ് എന്താണ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വി കനോട്ട് ഫൈൻഡ് ദ പവർ. സോ ആൻസർ സി ആണ്. എന്തുകൊണ്ടാണ് പവർ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്, അതായത് പവർ എന്ന് പറയുന്നത് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് പവർ ഡിസിപ്പേഷൻ ഈസ് എ നോൺ ലീനിയർ ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ, ഇറ്റ്സ് എ നോൺ ലീനിയർ ഫംഗ്ഷൻ. അപ്പം നോൺ ലീനിയർ ഫംഗ്ഷൻ ആയത് കാരണം സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമുക്കത് വാലിഡായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വോൾട്ടേജും കറണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സർക്യൂട്ട് ഷോൺ ബിലോ, ഫൈൻഡ് ദ തെവെനിൻസ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെർമിനൽസ് എ ആൻഡ് ബി എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്നത് ടെർമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ തെവെനിൻസ് റെസിസ്റ്റൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ തെവെനിൻസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ഒരു തെവെനിൻസ് തിയറം നമുക്ക് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. തെവെനിൻസ് തിയറം എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിന് ആവശ്യമില്ല. തെവെനിൻസ് തിയറം എത്ര വലിയ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലും ആ സർക്യൂട്ട് നമ്മൾ എന്താ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ സിമ്പിൾ ഇക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എൻ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. Its value is the Thevenin's equivalent resistance and the voltage will be Thevenin's voltage. ഇതാണ് നമ്മുടെ തെവെനിൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സർക്യൂട്ടിനെ റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കുക. അപ്പം സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ 2 ഓം റെസിസ്റ്റൻസ് വരച്ചു. ഇവിടെ 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഞാൻ ഷോർട്ട് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു 12 ഓം ആണ്. സോ 12 ഓം വരച്ചു. അത് കഴിഞ്ഞിട്ട് 24 ഓം എന്ന് പറയുന്നതാണ് ടെർമിനൽ എ ആൻഡ് ബി. സോ 24 ഓം നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇതാണ് നമ്മൾ കാരണം തെവെനിൻസ് തിയറം ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടെർമിനൽ എ ആൻഡ് ബി. സോ വാട്ട് ഈസ് ഇക്വലന്റ് റെസിസ്റ്റൻസ്? ആർ എ ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 ഓം റെസിസ്റ്റൻസ് ഇസ് ഇൻ പാരലൽ വിത്ത് 12 ഓം റെസിസ്റ്റൻസ്. അതായത് നമുക്ക് എന്തോ 2 റെസിസ്റ്റൻസ് പാരലൽ എന്തോ 2 × R1 R2 ഡിവൈഡ് ബൈ R1 + R2 എന്ന് പറയുമ്പോൾ 2 × 12 + 2 + 12 24/14. 24/14 എന്ന് പറയുന്നത് 1.71 ഓം എന്ന് നമുക്ക് കിട്ടും. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ, 1.71 ഓം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an AC source of V is 50 volt at 50 Hz having an internal impedance is connected across the load. For maximum power transfer the load impedance should be. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്, മാക്സിമം പവർ തിയറിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻ ഇസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ്. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോഴ്സ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് എ ഡി സി സർക്യൂട്ട്സ്. ഇപ്പോൾ എ സി ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഴ്സ് ഇംപീഡൻസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലോഡ് ഇംപീഡൻസ്. ഓക്കെ, ഇതാണ് എ സിയുടെ കേസിൽ വരുന്നത്. ലോഡ് ഇംപീഡൻസിൻ്റെ ശരിക്കും എന്തോ കോൺജുഗേറ്റ് ആയിരിക്കും, കോൺജുഗേറ്റ് ഓഫ് ലോഡ് ഇംപീഡൻസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻറ്റേർണൽ ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ 1 + j2 ഓം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ലോഡ് ഇംപീഡൻസ് മാക്സിമം
പവർ ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമാജിനറി ടേം പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. സോ 1 + j2 വിൽ ബിക്കം 1 - j2. സോ ആൻസർ ബി. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇതൊക്കെ സിമ്പിളാണ് നമ്മൾ ചെയ്യാന്നുള്ളൂ. 1 - j2. അതായത് ഈ സോഴ്സ് ഇംപീഡൻസ്, ഇത് മാത്രം ഓർക്കുക, സോഴ്സ് ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു കോൺജുഗേറ്റ് ഓഫ് സോഴ്സ് ഇംപീഡൻസ്. ലോഡ് ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയാലും മതി. ലോഡ് ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു സോഴ്സ് ഇംപീഡൻസിന് കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് ദ ബെറ്റർ തിങ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി. നൗ ദ നെക്സ്റ്റ് വൺ, ഇത് ഇങ്ങനെ എഴുതത്തില്ല, സോറി ഇങ്ങനെ എഴുതുക. സോഴ്സ് ലോഡ് ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു സോഴ്സ് ഇംപീഡൻസ് കോൺജുഗേറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഇക്വലന്റ് തെവെനിൻസ് വോൾട്ടേജ് വിത്ത് ടെർമിനൽസ് എ ആൻഡ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെർമിനൽസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വലന്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടെർമിനൽ എ ആൻഡ് ടെർമിനൽ ബി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണം. വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയ്തർ വി ക്യാൻ ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദീസ് ടു, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ നോക്കിയാൽ ഈ വോൾട്ടേജാണ് VTH എന്ന് പറയുന്നത്. അപ്പോൾ VTH എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് VTH? VTH ഇസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് 10 ohm റെസിസ്റ്റർ പ്ലസ് 50 വോൾട്ട്. ഒരു 50 വോൾട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇസ് എ വോൾട്ടേജ് അക്രോസ് കറണ്ട് ഫ്ലോ ത്രൂ ദിസ് 10 ohm റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, ജസ്റ്റ് ഒരു കറണ്ട് അസ്യൂം ചെയ്യുകയാണ്. ഇത് കറണ്ട് ആയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10I + 5I + 25 - 50 is equal to 0. അതായത് 15I is equal to 25. So I is equal to 25/15, that is equal to 5/3 ampere. 5/3 ampere എന്ന് കിട്ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what is voltage across 10 ohm resistor? Voltage across 10 ohm is equal to 10 × 5/3, അതായത് 50/3 എന്ന് നമുക്ക് എഴുതാം. 50/3 വോൾട്ട്. ഓക്കെ. സോ വാട്ട് ഇസ് VTH? VTH is equal to, this is minus plus, again this is plus and minus. So we can write it as 50 - 50/3. 50 - 50/3. കാരണം എന്തുകൊണ്ട് മൈനസ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ദിസ് ഇസ് നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെ കറണ്ട് പോസിറ്റീവ് ആയിട്ട് കിട്ടിയത്. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് കിടക്കും. എന്തുകൊണ്ട് ടേക്ക് ദ ഡിഫറൻസ്. സോ 50 - 50/3 എന്ന് പറയുന്നത് എന്താ, 15 × 3 150 - 50/3, ദാറ്റ് ഈസ് 100/3. 100/3 എന്ന് പറയുമ്പോൾ എന്താ 33.3 വോൾട്ട് എന്ന് കിട്ടും. ആൻസർ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ. The next question, fourth question, the circuit which satisfies reciprocity theorem is called. ഇത് ഇത്രേ ഉള്ളൂ. റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത് ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ലീനിയർ സർക്യൂട്ട്സ് ഓൺലി. ലീനിയർ സർക്യൂട്ട്സിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് റെസിപ്രോസിറ്റി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ലീനിയർ ബൈഡയറക്ഷണൽ സിംഗിൾ സോഴ്സ് നെറ്റ്വർക്കിലായിരിക്കും മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റെസിപ്രോസിറ്റി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലീനിയർ ബൈഡയറക്ഷണൽ സിംഗിൾ സോഴ്സ് നെറ്റ്വർക്ക്സ്. And the ratio of response to excitation remains the same. ഇതാണ് reciprocity theorem പറയുന്നത്. So this is again direct question. So once you know the reciprocity theorem, you can directly write this is nothing but linear circuit. Okay. അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട്, സാധാരണ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ തെവെനിൻസ് തിയറത്തിലും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് ഇതിലാണ്, നമ്മുടെ നോർട്ടൺസ് തിയറത്തിലായിരിക്കും. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഗിവൻ ബിലോ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ ഈസ് എത്രയാണ്, ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കെന്താ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് അസ്യൂം ദിസ് ഇസ് എ നോഡ്, ഒരു വോൾട്ടേജ് നോഡാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോഡ് റിച്ചോസ് കറണ്ടിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾ ദ കറണ്ട്സ് ആർ ലീവിങ്. ജസ്റ്റ് അസ്യൂം ഓൾ ദ കറണ്ട്സ് ആർ ലീവിങ്. ഇവിടെ 2 ആമ്പിയർ തന്നിട്ടുമുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് V - 100/10 plus V / 10 plus 2 is equal to 0. Directly we can write like this. So what is V common എടുക്കുകയാണെങ്കിൽ 1/10 plus 1/10, that is equal to 100/10 is 10. So 10 over 10 minus 2. Okay. So that means 1/10 plus 1/10 is 0.2. So 0.2 V is equal to 8. So V is equal to 8/0.2. Okay. V is equal to 8/0.2. 8/0.2 എന്ന് പറയുമ്പോൾ എത്ര, 40 വോൾട്ട് എന്ന് വരും. V is nothing but 40 volt. So what is the current flow through the, what is the current? We know the voltage as well as current. അപ്പോൾ R ൻ്റെ വാല്യൂ എങ്ങനെ ഉണ്ട്? Ohm's law, V is equal to I into R. So what is R? R is equal to V/I. V is 40 volt and current അവിടെ 2 എന്ന് തന്നിട്ടുണ്ട്. So that is equal to 20 ohm ആയിരിക്കും അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻസർ B ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ?
ഏഴാമത്തെ ക്വസ്റ്റ്യൻ സർക്യൂട്ട് വിത്ത് റെസിസ്റ്റർ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ സീരീസ് ഇസ് റെസൊണന്റ് at f0 Hz if all the components values are doubled and the resonant frequency is so what is the frequency equation for frequency എന്തായിരിക്കും f is equal to 1 by 2 pi root LC ഇതാണ് frequency resonant frequency equation. അപ്പോൾ പുതിയ frequency f dash എന്ന് പറയുമ്പോൾ എന്താ 1 by 2 pi into root of and the inductor will become doubled എന്ന് പറയുമ്പോൾ L become 2L resonant all the components capacitor എന്തോ double ആയി 2C അപ്പോൾ that becomes 1 by 2 pi into root of 4LC അപ്പോൾ റൂട്ട് പുറത്ത് വരുമ്പോൾ എന്താ 1 by 4 pi root LC എന്ന് നമുക്ക് കിട്ടി. Okay, now what is f by f dash? F by f dash is equal to 1 by 2 pi root LC into 4 pi root LC എന്ന് കിട്ടും. So root LC cancel, pi cancel, f to cancel 2. So we can write f by f dash is equal to 2. So what is f dash? F dash is equal to f by 2. Okay, f dash is equal to f by 2. അപ്പോൾ പുതിയ വാല്യൂ എന്ന് പറയുന്നത് പകുതി f by 2. So here it is f dash will be equal to f0 by 2. കാരണം frequency f0 എന്നാണ് എടുത്തിരിക്കുന്നത്. So D is the correct answer. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് സ്റ്റാർ കണക്ഷൻ സിസ്റ്റം. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റാർ കണക്ഷനിൽ എന്തായിരിക്കും എപ്പോഴും ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കണം. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഫേസ് കറണ്ടുമാണ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാർ കണക്ഷൻ. ഓക്കെ, similarly in the case of delta connection എന്തായിരിക്കും line voltage is equal to phase voltage. Okay, line voltage is equal to phase voltage. അതേപോലെ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് is equal to എന്താണ് √3 times phase current. Okay, ലൈൻ കറണ്ട് is equal to √3 times phase current. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് ഇതാണ് ലൈൻ വോൾട്ടേജ്, ഇതാണ് ഫേസ് വോൾട്ടേജ്. സോ ഓപ്ഷൻ 8 ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Now 9th question, the hybrid parameter H21 is called. അപ്പോൾ ഹൈബ്രിഡ് 2 പോർട്ട് നെറ്റ്വർക്കിൽ നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമുക്ക് എഴുതാം. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എഴുതുന്ന ഇക്വേഷൻ B1 is equal to H11 I1 plus H12 B2 അതേപോലെ I2 is equal to H21 I1 plus H22 V2. So what is H21? H21 നമുക്ക് വേണ്ടത് H21 is equal to I2 divided by I1 when V2 is equal to 0. അല്ലേ, I2 by I1 എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഗെയിനാണ് അല്ലേ. കറണ്ട് ഗെയിനിനെ കുറിച്ചാണ് പറയുന്നത്. V2 0 എന്ന് പറയുന്നത് V2 0 എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴാണ് വോൾട്ടേജ് 0 ആവുന്നത്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് 0 ആവുന്നത്. സോ ഇറ്റ് ഇസ് ക്ലിയർ. 9th ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറണ്ട് ഗെയിൻ. ഇതേപോലെ നമുക്ക് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H11 ആണെന്നുണ്ടെങ്കിൽ എന്തോ V1 by I1 then V2 is equal to 0. അപ്പം V1 by I1 എന്ന് പറയുന്നത് എന്താണ്? V by I എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ് അല്ലേ, ഇമ്പിഡൻസ് ആണ്. V2 0 ആയിരുന്നു ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നത്തിങ്. ഇൻപുട്ട് എന്ന് പറയുകയാണെങ്കിൽ രണ്ടും ഒന്നായതുകൊണ്ടാണ്. ഇപ്പോൾ H11 പറയുന്ന പേരാണ് ഇത്. അതേപോലെ ഇപ്പോൾ H12 ആണ് നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ V1 by V2 when I1 equal to 0. V1 by V2 എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിനാണ് അല്ലേ. വോൾട്ടേജ് when I1 is equal to 0 എന്ന് പറഞ്ഞാൽ കറണ്ട് 0 ആണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ V1 by V2 1 to 2. അതുകൊണ്ടാണ് റിവേഴ്സ് എന്ന് ഇട്ടിരിക്കുന്നത്. സോ ദിസ് വിൽ ബി +1. അതേപോലെ H22 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ I2 divided by V2 when I1 is equal to 0. I1 0 കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടാണ്. I2 by V2 എന്ന് പറയുന്നത് അഡ്മിറ്റൻസ്. സോ ദിസ് റിപ്രസെൻറ്റ്സ് H22. ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ ഫൈൻഡ് Z പാരാമീറ്റർ Z11 എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വൺലി തിങ് എന്താണ് Z പാരാമീറ്റർ ഇക്വേഷൻ എന്താ? V1 is equal to Z11 I1 plus Z12 I2. V2 is equal to Z21 I1 plus Z22 I2. So what is Z11? Z11 നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് there is nothing but V1 by I1 when I2 is equal to 0. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാനുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി. ദിസ് ഇസ് ലെറ്റ് ബി ദിസ് ഇസ് I1, ഇത് I2. ഇങ്ങനെ തന്നെ എഴുതുക. ഇത് I1 ഉം I2 ഉം സെക്കൻഡറി സൈഡിലുള്ളത് I2 ആയിട്ട് എഴുതുക. അങ്ങനത്തെ അല്ല, 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് പോർട്ടിലുള്ള കറണ്ട് എപ്പോഴും കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ എടുത്താൽ മതി. സോ വാട്ട് ഈസ് V1? V1 is equal to എന്താണ്? I1 plus 2 into I1 plus I2 എന്ന് വരും. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? V1 we can write like this. V1 is equal to 3I1 plus
2i2. This is my first equation. Second equation is I2 plus 2 into I2 plus I1. That is again same thing. Now V2 is equal to, we can write this 2i1 plus 3i2. Equation we can compare like this. Directly we can compare. Compare what is Z1, Z11 3 and so answer is 3. We need Z1 V1 by I1. V1 I1 put I2 equal to 0. Put I2 equal to 0. If I2 0 to V1 by I1 and 3 in the so option C is the correct answer. Another question is a 4-point starter is used to start and control the speed of a DC shunt motor with armature resistance controls, DC shunt motor with field weakening control, DC series motor and DC compound motor. That is the question. Another question answer is 4-point starter use DC shunt motor with field weakening control. Resistance provided controlling device. 4-point starter work that's like a current controlling device. Current control device by controlling the field. Field winding adjust speed control start main 4-point starter use 4-point starter used for variable speed applications. Okay, variable speed 3-point starters sorry 4-point starter 3-point starters main use shunt motors, shunt and compound motors. Okay, shunt and compound motors, compound DC motors. Main use DC series motor use 2-point starter use. Okay, field weakening control 4-point starter use cases 3-point starter use. Another question, selected the suitable winding for DC generator for generating large current. Large current. So, large current generator large current. For example, your example 120 conductor 120 conductors 6 pole. This case number of parallel paths. Lap winding number of parallel paths A is equal to P. Wave winding number of parallel paths 2 ആണ്. ലാപ്പിൻ്റെ കേസ് നമ്മൾ നോക്കാം. ലാപ്പിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 കണ്ടക്ടർ 6 പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഓരോ കണ്ടക്ടറിലും 20 കണ്ടക്ടേഴ്സ് വെച്ച് കാണും. ഓക്കെ, 20 കണ്ടക്ടേഴ്സ് വെച്ച് ഇങ്ങനെ കാണും. ഇറ്റ് ഈസ് 1, 2 up to 20. അതേപോലെ 20 അങ്ങനെ എത്ര എണ്ണം കാണും? ഇങ്ങനെ 6 എണ്ണം കാണും. 6 numbers will be there. ഓക്കെ, 3, 4, 5. അപ്പോൾ ഇങ്ങനെ മൊത്തം 120 numbers will be there. ഓക്കെ, 120 numbers will be there. അപ്പോൾ ഒരു സെക്ഷനിൽ 20 എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓരോ ഇതിലും വരുന്ന കറണ്ട് IC എന്ന് വിചാരിക്കുക. ഓക്കെ, IC എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 6 into IC എന്ന് കിട്ടും. ഒരു ഇതിൽ വരുന്നത് IC ആണ്. അങ്ങനെ നമുക്ക് 6 into IC എന്ന് കിട്ടി. Whereas in the case of wave winding ആണെന്നുണ്ടെങ്കിൽ എന്താ? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഓൾവേസ് 2. അപ്പം ഇവിടെ അതേപോലെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു IC വരും, ഇവിടെ ഒരു IC വരും. ഓക്കെ, ഇത് 1, 2 up to 60, again 1, 2 up to 60. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കറണ്ട് വിൽ ബി ഈക്വൽ ടു 2 times IC. ഓൾവേസ് വേവ് വൈൻഡിങ് എന്തൊക്കെ ആണെങ്കിലും വി ഓൾവേസ് ഗെറ്റ് 2 IC. Whereas in the case of lap winding we get 6 IC അല്ലെങ്കിൽ A into IC എന്ന് എഴുതാം. എത്ര നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻറ്റു കറണ്ട്. സോ ഇവിടെ എന്താ കറണ്ട് റേറ്റിംഗ് കമ്പയർ ചെയ്തിരിക്കും. സെയിം തിങ് 120 കണ്ടക്ടർ 6 പോൾസിൻ്റെ കേസിൽ ലാപ്പ് വൈൻഡിങ്ങിൽ ഉണ്ടായ കറണ്ടിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്, വേവ് വൈൻഡിങ്ങിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. സോ ലാർജ് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനം യൂസ് ചെയ്യുന്നത് ലാപ്പ് വൈൻഡിങ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, DC മെഷീൻ വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനും ഇന്റർപോൾസിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ന്യൂട്രലൈസിങ് ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അതേപോലെ ഇന്റർപോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
Now, 14th question, a DC motor which can provide zero speed regulation at full load without any controller എന്ന് പറയുന്നത് is സീരീസ് ആണോ ഷണ്ട് ആണോ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ആണോ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ആണോ എന്നുള്ളതാണ്. സോ again this question റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡി സി മോട്ടർ വിത്ത് സീറോ സ്പീഡ് റെഗുലേഷൻ ഫുൾ ലോഡ് വിൽ ഗിവ്സ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. കാരണം ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടേഴ്സിൽ ഒരു കാര്യം നോക്കുക, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൽ മെയിനായിട്ട് ഈ സീരീസ് ഫ്ലക്സ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ എന്താ, കണ്ടെയ്ൻസ് ബോത്ത് സീരീസ് ഫീൽഡ് ആസ് വെൽ ആസ് ഷണ്ട് ഫീൽഡ്. ഇപ്പോൾ സീരീസ് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്പോസസ് ദ ഷണ്ട് ഫ്ലക്സ്, ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് കുറയും ഫോർ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടേഴ്സ്. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ ദ സ്പീഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് റെഗുലേഷൻ വിൽ ബി നെഗറ്റീവ്. സോ അങ്ങനെ നമുക്ക് എന്തുവാ, സീറോ സ്പീഡ് റെഗുലേഷൻ ഏത് ലോഡിലും കൺട്രോളർ ഇല്ലാതെ തന്നെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 15th question, DC shunt motors are commonly used in cranes, electric tractions, elevators, lathe machines. Again, ഇതും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഷണ്ട് മോട്ടർ കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷണ്ട് മോട്ടേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിനായിരിക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻസും അതേപോലെ മീഡിയം ടോർക്ക്, മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇവിടെ ലേത്ത് മെഷീനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ക്രെയിൻ എന്ന് പറയുന്നത് ക്രെയിനും അതേപോലെ ഇലക്ട്രിക് ട്രാക്ഷൻ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് സീരീസ് മോട്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എലിവേറ്റേഴ്സിൽ നമ്മൾ സാധാരണ എലിവേറ്റേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഡി സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ നമുക്ക് യൂസ് ചെയ്യാം. DC cumulative compound motor നമുക്ക് യൂസ് ചെയ്യും. സോ ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 16th question, in transformer zero voltage regulation at full load is not possible at unity power factor load, possible at leading power factor load, possible at lagging power factor. അപ്പം നമ്മുടെ റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, I2 R02 cos phi plus or minus I2 X02 sin phi divided by V2. സീറോ റിലേഷൻ നമ്മൾ ദറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് കിട്ടുന്നത് tan phi, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന tan phi is equal to minus of R02 by X02. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ വരുമ്പോൾ നമുക്ക് എന്തോ ലീഡിങ് പവർ ഫാക്ടറിലായിരിക്കും ഉണ്ടാകുന്നത്. സോ ഇൻ ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഇസ് പോസിബിൾ അറ്റ് എ ലീഡിങ് പവർ ഫാക്ടർ. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു ട്രാൻസ്ഫോമേഴ്സ് ഓഫ് ഐഡന്റിക്കൽ വോൾട്ടേജ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ് ആർ ഓപ്പറേറ്റഡ് ഇൻ പാരലൽ ഫോർ സാറ്റിസ്ഫൈഡ് ലോഡ് ഷെയറിംഗ്. എന്താണ് സെയിം ആവേണ്ടത്? അപ്പോൾ നമുക്കറിയാം സാറ്റിസ്ഫൈഡ് പാരലൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് മസ്റ്റ് ആയിരിക്കണം? പാരലൽ പൊളാരിറ്റി സെയിം ആയിരിക്കണം, വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയിരിക്കണം, പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം, ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഈ ഓപ്ഷൻ ബി കറക്റ്റാണ്. പെർ യൂണിറ്റ് ഇമ്പിഡൻസ് മസ്റ്റ് ബി ഈക്വൽ. അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്താ X/R റേഷ്യോയും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. രണ്ട് ട്രാൻസ്ഫോമർ ഐഡന്റിക്കൽ വോൾട്ടേജ് റേറ്റിംഗ് ബട്ട് ഡിഫറെൻറ്റ് കപ്പാസിറ്റീസിലാണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോമർ പാരലൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? രണ്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെയും പെർ യൂണിറ്റ് ഇമ്പിഡൻസും X/R റേഷ്യോസും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 18th question, the function of oil in a transformer. ഫംഗ്ഷൻ ഓഫ് ഓയിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതും അഗെയിൻ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ എന്തുവാണ്, ഫംഗ്ഷൻ ഓഫ് ഓയിൽ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ്. സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, മിനറൽ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിനറൽ ഓയിലാണ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 19th question, a series wound motor is also called as universal motor because ഒരു മോട്ടറിന് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തുവാ, ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ both the voltage sources. It will run equally well using either AC or DC voltage source. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. യൂണിവേഴ്സൽ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സീരീസ് മോട്ടർ തന്നെയാണ്. അപ്പം യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ബോത്ത് ഓൺ AC as well as DC. റൈറ്റ്.
Now, next question. 20th question. The power factor in a transformer. Transformer power factor എന്ന് പറയുന്നത് it's always unity, always lagging, leading, depends on the power factor of the load. അപ്പോൾ എപ്പോഴും ഓർക്കുക ട്രാൻസ്ഫോമറിലെ നോ ലോഡിലെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ പവർ ഫാക്ടർ തീരുമാനിക്കുന്നത് ലോഡായിരിക്കും. So it depends on the power factor of the load. Option D is the correct answer. Now, ഇനി നമുക്ക് കുറച്ച് ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻസ് ആണ്. The following hexadecimal number 1E.43 ഇതാണ് നമുക്ക് 43. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? It can represent 0, 0, 0, 1. E is nothing but 14, 1, 1, 1, 0. 4 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 0, 1, 0, 0. 3 റെപ്രസെൻറ്റ് ചെയ്യാം 0, 0, 1, 1. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ്. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വലുണ്ട് ഫോളോയിങ് ഒക്ടലിലാണ് നമുക്ക് മാറ്റേണ്ടത്. ഒക്ടലിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0, 0, 0, 1, 1, 1, 1, 0, 0, 1, 0, 0, 0, 0, 1, 1. അപ്പോൾ നമുക്ക് ഓക്കെ ഈ 3 എടുക്കാം. 1, 1, 0. അടുത്തത് ഈ 3. ഓക്കെ. അപ്പോൾ ഈ 3 1, 1, 0 എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഇസ് നത്തിങ് ബട്ട് 4 to 1 7. ഓക്കെ. അപ്പോൾ 1, 1, 0 എന്ന് പറയുമ്പോൾ ഇതെന്താ? ദിസ് റിപ്രസെൻറ്റ്സ് 6. ഇതെന്താ? 0, 1, 1 എന്ന് പറയുമ്പോൾ ദിസ് ബിക്കംസ് 3. സോ 3, 6. അടുത്തത് ഇവിടെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 3 ഇങ്ങനെയായിരിക്കും എടുക്കേണ്ടത്. ഓക്കെ. ഇത് 0, 1, 0. ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താ? 4 to 1 എന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ 4 to 1. അപ്പോൾ ഇത് 2, ഇത് 0, 4 into 6. സോ ആക്യുറേറ്റ് വാല്യൂ വിൽ ബി 36.206 to the base of 8. Okay, 36.206. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ബിയും ഡിയും സെയിം വാല്യൂവിനെ എത്തിക്കുന്നത്. യു ക്യാൻ ചൂസ് എനി വൺ. റൈറ്റ്. അടുത്ത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോളിയം എക്സ്പ്രഷൻ എ ബി പ്ലസ് എ സി കോംപ്ലിമെന്റ് പ്ലസ് ബി സി സിംപ്ലിഫൈസ് ടു. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കെ മാപ്പ് അങ്ങ് വരയ്ക്കുക. കെ മാപ്പ് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി സിമ്പിൾ. ഇപ്പോൾ 3 വേരിയബിളാണ്. സോ ഐ എം പുട്ടിങ് ദിസ് ഇസ് എ ആൻഡ് ഹിയർ പുട്ടിങ് ബി സി. അപ്പോൾ 0, 0, 0, 1, 1, 1, 1, 0 ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. 0, 1. ഓക്കെ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ് എ, ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ് സി, ബി സി, ബി സി കോംപ്ലിമെൻറ്റ്. ഓക്കെ. ഫസ്റ്റ് ടേം നോക്കിയാൽ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് രണ്ടിലുമാണ് ബി കോമൺ ആയിട്ട് വരുന്നത്. സോ എ ബി മീൻസ് ഇത് രണ്ടും 1 ആവണം എന്നർത്ഥം. ഇത് രണ്ടും 1 ആവണം അല്ലേ? ഇവിടെ രണ്ടും 1 ആയാൽ മാത്രമേ നമുക്ക് എന്തോ എ ബി എന്ന് കൊടുത്തുള്ളൂ. എങ്ങനെ കിട്ടുന്നത്? ഇത് രണ്ടിലും ബി ഇൻറ്റു സി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്ന് 1 ആണ്. അപ്പോൾ ബിയും ഇവിടെ എയും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. അടുത്ത എ സി കോംപ്ലിമെൻറ്റ്. എ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? എ സി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സി കോംപ്ലിമെൻറ്റ് കോമൺ വരണം. ഇതാ സി കോംപ്ലിമെൻറ്റ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും വരണം. ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് 1 ആകും. അപ്പം ഇവിടെയും 1 വരണം, ഇവിടെയും 1 വരണം. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ഓക്കെ. അടുത്തത് ബി സി. ബി സി എന്ന് പറയുന്നത് എന്താ? ബിയും സിയും. ബി സി എന്ന് പറയുന്നത് ഇവിടെ രണ്ടും 1 വരണം. ഓൾറെഡി ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ എന്താ? ഇത് രണ്ടും കൂടെ ഒരു ടേമായിട്ട് എടുക്കാം. ഈ ടേമും ഗ്രൂപ്പ് ചെയ്യുക. ഇതും കൂടെ ഒരു ടേമായിട്ട് എടുക്കുക. അപ്പം ഈ ടേം റിപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തോ? ബി സി. ഈ ടേം റിപ്രസെൻറ്റ് ചെയ്യുന്നത് എ സി കോംപ്ലിമെൻറ്റ്. അപ്പം ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തത് എന്തോ? എ സി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി സി നമുക്ക് എഴുതാം. എ സി കോംപ്ലിമെൻറ്റ് ബി സി. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് വിച്ച് ജനറേറ്റ്സ് എ പർട്ടിക്കുലർ ബൈനറി വേർഡ് ഓർ നമ്പർ ഈസ് പർട്ടിക്കുലർ ബൈനറി നമ്പർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെലക്ഷൻ ബിറ്റ്സ് നമുക്ക് കിട്ടും. അതിൻ്റെ മൾട്ടിപ്ലക്സർ ആണ് ഇതിൻ്റെ ആൻസർ. That question. The next one is 24th question. F of A B C D മാക്സ് ടേം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. മാക്സ് ടേം ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് 15 വരെ ഉള്ളത് കൊണ്ട് ദിസ് ഈസ് എന്താണ് 4/4 ആയിരിക്കും.
4x4 മെറ്റീരിയൽ 16 സെൽസ് കാണും. 1 2 3. ദിസ് അഗെയിൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാത്തുള്ളൂ. ദിസ് എ ബി, ദിസ് സി ബി, 0 0 0 1 1 1 1 0, ഹിയർ 0 0 0 1 1 1 1 0. നമുക്കറിയാൻ നോക്കിയേ നമ്പർ ഇടുന്നത് ഇത് 0 1 2, ഇത് 2, ഇത് 3, 4 5 6 7 8 9 10 11 12 13 14 15 ഇങ്ങനെയുള്ള സെൽസ് നമ്പർ ഇടുന്നത്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഇവിടെ നമ്പേഴ്സ് ഇല്ലാത്തതിൽ മാത്രം 1 വരത്തുള്ളൂ അല്ലേ, മാക്സിമം ആയതുകൊണ്ട്. 0 1 2 2 ആകുമ്പോൾ ഇവിടെ 1 വരും. ഓക്കെ, ചേഞ്ച് കളർ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഒരു 1 വരും. അടുത്തത് 4 5 6 6 ഇല്ല അല്ലേ, 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 വരും. 8 ഇവിടെ ഒരു 1 വരും. 9 10 10 ഇവിടെ ഒരു 1 വരും. 11 ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ 4 സെൽസിലാണ് 1 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടുപേരെയും ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യണം. അതേപോലെ ഇതുമായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് എന്തായിരിക്കും വരുന്നത്? ഇപ്പോൾ നോക്കി, ഇത് സി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ് ഡി, സി ഡി, സി ഡി കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് ചെയ്യാം. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, എ ബി. ഡി മോർഗൻസ് ലോ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെൻറ്റ്. അപ്പം ഈ ടേം ബി കോംപ്ലിമെൻറ്റും പോകും അല്ലേ. ഇവിടെ നമുക്ക് എ കോംപ്ലിമെൻറ്റ് സി ഡി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഇവിടുത്തെ ടേം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി കോംപ്ലിമെൻറ്റ് പോകും അല്ലേ, സോറി സി പോകും, ഡി കോംപ്ലിമെൻറ്റ് മാത്രമേ വരും. അപ്പം ഈ ടേം എന്ന് പറയുന്നത് എ ബി കോംപ്ലിമെൻറ്റ് ഡി. ഓക്കെ, എ ബി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്തോ എ കോംപ്ലിമെൻറ്റ് സി ഡി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻറ്റ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മറ്റേ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഡി മോർഗൻസ് ലോ അനുസരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതുന്നത് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ്, സോറി ഡി മോർഗൻസ് ലോ വെച്ച് നമുക്ക് എഴുതുമ്പോൾ എ പ്ലസ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഡി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് ഡി. സോ ഇതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേസ് അറൗണ്ട് കണ്ടീഷൻ ഒക്കേഴ്സ് ഇൻ ജേക്കബ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെൻ. സിമ്പിൾ, അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇത്രേ ഉള്ളൂ. വെൻ ജെ ഈക്വൽ ടു 1 കെ ഈക്വൽ ടു 1 ദ ഔട്ട്പുട്ട് ഗെറ്റ് ടോഗിൾസ്. സോ വെൻ ബോത്ത് ദ ഇൻപുട്സ് ആർ 1, രണ്ട് ഇൻപുട്ടും 1 ആകുമ്പോഴാണ് നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ, ജേക്കബ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഹാഡ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ള കമൻറ്റ് ചെയ്യുക. റെക്ടിഫൈ ദാറ്റ്. ഈ ചാനൽ ആദ്യമായിട്ട് നോക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് ഇതിനെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു.